വളരെയധികം രുചിയുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ് പുളിയഞ്ചി ചിക്കൻ. നിങ്ങളത് കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. എന്നിട്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണണം. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതും കൂടെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് കഴുകി വൃത്തിയാക്കി ഇതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇത് ആവശ്യമായിട്ടുള്ള അളവിൽ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ വരെ ഇടാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതും കൂടെ ഇട്ട ശേഷം ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി ചേർക്കാം, അല്ലെങ്കിൽ ഇതുപോലെ മുളകിൻ്റെ പേസ്റ്റ് ചേർത്താലും മതി. ഞാൻ ഈ മഴ ആയ കാരണം മുളക് പൊടിക്കാൻ ബുദ്ധിമുട്ടായതും കൊണ്ട് കുറേ അധികം മുളക് നന്നായി തിളച്ച വെള്ളത്തിലിട്ട് കുതിർത്തിയ ശേഷം അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യാറുള്ളത്. ഒരാഴ്ചയ്ക്കൊക്കെ ഉള്ള മുളക് അങ്ങനെ ഉള്ള ആ മുളകിൻ്റെ പേസ്റ്റാണത്. ഇതിന് പകരം മുളക് പൊടി ചേർത്താലും മതി. ഇതിൽ കാശ്മീരി ചില്ലി കൂടാതെ എരിവുള്ള മുളകും കൂടി ഉണ്ട്. രണ്ടും കൂടിയാണ് ഞാൻ അരച്ച് വെച്ചത്. അതും ചേർത്തു. പിന്നെ അതാ കുറച്ച് നാരങ്ങയുടെ നീര്, ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തോളൂ, എന്നാലേ നന്നായിട്ട് പിടിക്കുള്ളൂ. അതിനുശേഷം ഇത് നമുക്കൊരു 2 മണിക്കൂറോളം ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. ഒന്ന് നന്നായിട്ട് എല്ലാ മുളകൊക്കെ നന്നായി പിടിക്കട്ടെ, മുളകും ഉപ്പൊക്കെ പിടിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു ചെറിയൊരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ വാളംപുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കാം. തിളച്ച വെള്ളത്തിലാണ് ഇടുന്നത് വെച്ചാൽ നമുക്കതിൻ്റെ ജ്യൂസ് മുഴുവനായിട്ട് പെട്ടെന്ന് തന്നെ കുതിർത്തിയെടുക്കാം. അപ്പോൾ അങ്ങനെ ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 2 മണിക്കൂറിന് ശേഷം ഞാനൊരു തവ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണതാണ് നല്ലത്. എന്നിട്ട് അതിലേക്ക് ഈ നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ പീസ് പരത്തി വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. ഒരുപാട് എണ്ണയൊന്നും വേണ്ട, ഡീപ്പ് ഫ്രൈ ഒന്നുമല്ല നമ്മൾ ചെയ്യണത്. ചെറുതായി ഈ ദോശ ഇതിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യണത്. 2 സൈഡും നന്നായിട്ട് വേവുന്നത് വരെ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അതിനാവശ്യമായ എണ്ണ നമ്മളിതിൽ ഒഴിക്കുകയും വേണം. അങ്ങനെ അത് വേവിച്ചെടുത്ത ശേഷം പാനിൽ നിന്ന് മാറ്റിയെടുക്കുകയാണ്. ഇനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് ചെറുതായി അരിഞ്ഞെടുത്ത സവാള ഇതിലേക്ക് ഇടാം. ഇത് വലിയ ഒരു സവാള ചെറുതായി അരിഞ്ഞെടുത്തതാണ്. അത് ഈ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. വേഗം ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് കളറൊക്കെ മാറി വന്ന ശേഷം 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർക്കാം. എന്നിട്ട് ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും ഇടാം. ഇത് നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി വരുന്ന സമയത്ത് കുനുകുന എന്ന് അരിഞ്ഞെടുത്തിട്ടുള്ള ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്, അതും പിന്നെ കുറച്ച് നെടുക കീറിയിട്ടുള്ള 4-5 പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതിലിട്ട് മൂപ്പിച്ചെടുക്കാം. ഇതിങ്ങനെ എണ്ണയിൽ കിടന്ന് ഈ വഴറ്റി നന്നായി മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഇനി കുറച്ച് മുളക് പൊടി ചേർക്കാം. കാശ്മീരി ചില്ലി പൗഡറും എരിവുള്ള മുളക് പൊടിയും കൂടെ പകുതിയായിട്ട് ചേർത്താൽ മതി. നിങ്ങളുടെ എരിവ് നോക്കിയിട്ട് എരിവിനനുസരിച്ച് ചേർക്കാം. കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കണത് ഇത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ അത് നന്നായിട്ടൊന്ന് എണ്ണയിൽ കിടന്നിട്ട് ഈ മുളക് നന്നായിട്ട് മൂത്ത് വരണം. ഞാനിവിടെ മുമ്പ് അരച്ച് വെച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ആ ചില്ലി പേസ്റ്റാണ് കേട്ടോ ചേർക്കണത്. അങ്ങനെ അത് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ എണ്ണയിലിട്ടിട്ട് മൂപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് ഒരു തക്കാളി അരച്ചത് ചേർക്കുകയാണ്. നമ്മൾ എടുത്ത സവാളയുടെ അതേ വലുപ്പത്തിൽ തന്നെയുള്ള ഒരു തക്കാളിയാണ്, നന്നായി പഴുത്ത തക്കാളി മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ച ശേഷം ഇതിലേക്ക് ചേർക്കാം. ഇനി ആ തക്കാളിയുടെ പച്ചമണമൊക്കെ നന്നായി മാറുന്നത് വരെ നമുക്ക് ഈ അടുപ്പത്തിട്ടിട്ട് നന്നായിട്ട് ഇളക്കണം. അങ്ങനെ പച്ചമണമൊക്കെ മാറി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിട്ടുള്ള പുളി ഉണ്ടല്ലോ, ആ പുളിയുടെ ജ്യൂസ് എടുത്തിട്ട് അതിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ആ 1 കപ്പ് വെള്ളം, പുളിവെള്ളം ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇത് ഒന്ന് തിളച്ച ഉടനെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ഇതിലേക്ക് ഇടണം. അങ്ങനെ ആ ഗ്രേവി മുഴുവൻ വറ്റിയിട്ട് ഈ ചിക്കൻ പീസിലൊക്കെ നന്നായിട്ട് പുരണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫാക്കാം. അതിന് മുന്നേ നമ്മൾ ഇതിലേക്ക് ഉപ്പൊക്കെ നോക്കണം. ഉപ്പിൻ്റെ പാകം നോക്കിയിട്ട് പോരെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കണം. നമ്മൾ നേരത്തെ സവാള വഴറ്റിയപ്പോൾ ഉപ്പ് ചേർത്തതാണ്. ഇനി പുളിയൊക്കെ ചേർത്തപ്പോൾ ഉപ്പ് കമ്മിയായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത ശേഷം സ്റ്റവ് ഓഫാക്കാം. എന്നിട്ട് അതിലേക്ക് നിറയെ മല്ലിയില ചേർക്കണം. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചിക്കൻ റെസിപ്പിയാണ് പുളിയഞ്ചി ചിക്കൻ. ഇങ്ങനൊന്നും നിങ്ങൾ ഇതിനു മുമ്പ് കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കിയിട്ട് ഒന്ന് കഴിച്ചു നോക്കൂ.